ഞങ്ങളുടെ കോളേജ് ലൈഫിൽ നടന്നൊരു സംഭവമാണ്. 8 വർഷം മുന്നേ ഒരു സംഭവം നടന്നേ. ഇവളുടെ കൈ നോക്കിയിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, നിന്റെ പ്രണയ വിവാഹം ആയിരിക്കും, നീ പ്രണയിച്ച ആളെ തന്നെ ആയിരിക്കും വിവാഹം കഴിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ സംഭവം അതുപോലെ നടന്നു കേട്ടോ. എങ്ങനെയായിരുന്നു നമ്മുടെ ശരിക്കും അതിന്റെ ഒരു തുടക്കം? ആ ഒരു സമയത്ത് ഒരു ഉച്ച സമയത്ത് ആവുമ്പത്തേന് എനിക്കൊരു എന്റർടൈൻമെന്റ് അല്ല, ഒരു കൈ പിടിക്കാൻ പെണ്ണുങ്ങളെ കൈയെല്ലാം പിടിച്ച് അങ്ങനെയും പറയാം. അതായത് ഒരു ഉച്ചയായപ്പോഴത്തേന് ഇവര് കുറെ പേര് ഇങ്ങനെ വട്ടത്തിൽ കൂടിയിരിക്കുന്നത്. അപ്പൊ എനിക്കൊരാഗ്രഹം. അല്ല, അപ്പൊ ആ ടൈമിൽ ടിൻസിന് എങ്ങനെ തോന്നി എന്ത് ഇങ്ങനെ കൈനോട്ടം? എനിക്കത് അറിയായിരുന്നു. പിന്നെ വെറുതെ എനിക്ക് അതിനെ പറ്റിട്ട് നല്ല പാകിന് അറിയാമായിരുന്നു എന്നായിരുന്നു ഇവളുടെ വിചാരം. ഇവളന്ന് വെറും പൊട്ടിയാതെ എനിക്ക് തോന്നുന്നു. ഇവൻ കൊറേ പെണ്ണുങ്ങൾ ഇതേപോലെ പറ്റിച്ച് അവസാനം ഞാൻ അങ്ങനെ എല്ലാരും 4 പെണ്ണുങ്ങളുടെ അടുത്ത് പോയിട്ടാണ് ഇവൻ എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഇവളെ കൈ ഒന്ന് നോക്കട്ടെ ഇങ്ങനെയല്ല ആക്കീന്. എടി പൊട്ടി, അതായത് നിന്റെ അടുത്ത് മാത്രമേ ഞാൻ സത്യാവസ്ഥ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ടിൻസ പഠിച്ചിനാ? എനിക്ക് അതിനെ പറ്റിട്ടൊക്കെ അറിയായിരുന്നു. ഒരു ഉച്ച സമയത്തായപ്പോഴത്തേന് ഇവരെല്ലാവരും ഇങ്ങനെ വട്ടത്തിൽ കൂടി ഇരിക്കുകയാണ്. അപ്പൊ എനിക്കൊരാഗ്രഹം, ഇവരെല്ലാവരും കൈ നോക്കി പറയാതെ ഇവള് ശരിക്കും വിശ്വസിച്ചു കേട്ടോ. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചേ, നിനക്ക് കൈ നോക്കാനൊക്കെ അറിയാം? ഞാൻ പറഞ്ഞു, പിന്നെ നമുക്കറിയാം, നമ്മളാരായി, നമ്മൾ ഇതൊക്കെ പണ്ടേ പഠിച്ചല്ല എന്ന് പറയുന്നത് എല്ലാവരും കൈ കൊണ്ട് തരുവാണ്. നമുക്കൊരു വിളിച്ചിതം. അല്ല, ഞമ്മക്കെന്ന് പറഞ്ഞ ഞാൻ ഏകവചനാണെന്ന് പറഞ്ഞത്, പക്ഷെ ബഹുവചന ആയിപ്പോയി, സോറി. അപ്പൊ അങ്ങനെ ആയപ്പോഴത്തേന് ഞാൻ എന്നാ വിചാരിച്ചു, എന്നാ പിന്നെ പറയാന്ന് വെച്ചു ഓരോരുത്തരുടെ കൈ നോക്കി ഓരോന്നോരോന്ന് പറഞ്ഞേ. അവസാനം ഇവളുടെ കൈ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ, ഇവളുടെ കൈ കുഞ്ഞു കൈയാണ്. അപ്പൊ ഈ കൈ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ രേഖകളൊക്കെ പറയണം. ഞാൻ ഭയങ്കര ഇങ്ങനെ തീക്ഷ്ണമായിട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവര് ഭയങ്കര അറിയാം, ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കുവാണ്. അപ്പൊ ഇവളുടെ നോട്ടം കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇവള് ഭയങ്കരമായിട്ട്, അപ്പൊ നമുക്കറിയാം ഇത് കിണയെ അറിയത്തില്ലാതെ എനിക്കറിയാം. ഇപ്പോഴും മനസ്സിലായിട്ടൊന്നും ഇല്ല. എന്നിട്ട് ഇങ്ങനെ കൈ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഇവളുടെ ഏതാണ് നിന്റെ വിദ്യാഭ്യാസം ഇത്രയൊക്കെയാണ്. അപ്പൊ ഇവള് അതിനുശേഷം വിദ്യാഭ്യാസം ഞാൻ ഡിഗ്രി അങ്ങനെ ഞാൻ പറഞ്ഞോളൂ, അത്രേ അത് ഉള്ളത് തന്നെ. അതിനുശേഷം ഞാൻ ഇങ്ങനെ നോക്കിട്ട് നിനക്ക് പിന്നെ ഭാവിയെ പറ്റി പറയാൻ തുടങ്ങിയപ്പോഴത്തേനും ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു പ്രണയം ഉണ്ടാവും. അപ്പൊ എന്ന് പറഞ്ഞിട്ട് പ്രണയ വിവാഹമായിരിക്കും. എന്നിട്ട് ഇല്ലേ ഇവള് ഇതെല്ലാം ഞെട്ടുവാണ്. ഞെട്ടിക്കഴിഞ്ഞിട്ട് അവസാനം ഞാൻ ഞെട്ടുന്നപ്പോ ഇവന് കൂട്ടി അപ്പൊ ഞാൻ നോക്കുമ്പോ ഇവള് ഭയങ്കരമായിട്ട് ഞെട്ടുന്നുണ്ട്, റിയാക്ഷൻ തരുന്നുണ്ട്. എന്നാ പിന്നെ സെറ്റ് ആക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചുകൂടി കൂട്ടി പറയാ വരൻ. അപ്പൊ ഇവിടെ എന്നോട് ചോദിച്ചു, എന്നാ പിന്നെ ആളെങ്ങനെയായിരിക്കും? ഞാൻ പറഞ്ഞു ഏകദേശം എന്നെ പോലെ ഒരാളായിരിക്കും. ഇവളത് ഞെട്ടി കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നീ ഞെട്ടിയായിരുന്നോ അന്ന് അങ്ങനെ പറഞ്ഞപ്പോഴത്തേന്? അന്ന് ചിന്തിച്ചായിരുന്നോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്? ഇല്ല. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ? ഇതിനൊക്കെ മനസ്സിലായില്ലേ എനിക്ക് ഇതിനെ പറ്റിട്ട് എന്തെങ്കിലുമൊക്കെ പരിജ്ഞാനം ഉണ്ടെന്ന്? നിനക്കൊന്നുമില്ല. എന്തിന് വെറുതെ പറഞ്ഞല്ലേ? അന്ന് ഞാൻ വളരെ തമാശക്ക് പറഞ്ഞതാ. പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു കേട്ടോ. അങ്ങനെയാണ് പരിജ്ഞാനമുള്ള ഈ ഒരു കൈനോട്ട പ്രക്രിയയിൽ ഭയങ്കര പരിജ്ഞാനമുള്ള ഞാൻ അവസാനം എന്താ ഇവളെയും കല്യാണം കഴിച്ചു. അതും പ്രണയിച്ച് കല്യാണം കഴിച്ചു ഇവിടം വരെ എത്തി. ഇപ്പൊ നിനക്ക് ഏകദേശം സംഭവങ്ങൾ മനസ്സിലായില്ലേ എനിക്ക് ഇതിനെ പറ്റിട്ടൊക്കെ ഐഡിയ ഉണ്ടെന്നൊക്കെ? അന്നൊന്നും പൊട്ടത്തിയാണ് കേട്ടോ. ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാം. അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയാൻ മേല. എന്തെടി വിശ്വാസം അതല്ലേ എല്ലാം. അത് നീ വെറുതെ പറയുന്നതാണോ? അല്ല, ഞാൻ എല്ലാരും പെട്ടെന്ന് വിശ്വസിക്കും. അതാ ഗാർഗി വന്നിട്ടുണ്ട് കേട്ടോ. ഗാർഗി നോക്കുന്നുണ്ട് ഇവിടെ എന്താണ് സംഭവം എന്ന്. ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോഴത്തേന് എപ്പോഴും ഗാർഗി നമ്മുടെ കൂടെ തന്നെ വരുന്നതാണ്. എന്തെങ്കിലും അറ്റാക്ക് ചെയ്യുന്നുണ്ടോ? അതുകൊണ്ട് ഗാർഗി ഞാൻ പറ്റിക്കപ്പെട്ടു, ഇനിയും പറ്റിക്കപ്പെട്ടു നോക്കാൻ വേണ്ടി. അത് കാര്യം കേട്ടോ. ഇനി ഒരു കാരണവശാലും പറ്റിക്കപ്പെടില്ല. ഞാൻ പറ്റിക്കില്ല. ഇതാണ് സംഭവം കേട്ടോ. അമ്മൂനെ ഇവിടെ ഉള്ള എല്ലാരും ഭയങ്കര പ്രൊട്ടക്ഷനാണ്. പക്ഷെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ എന്റേതായിരിക്കും ഫുഡ് മേടിക്കാനും കാര്യത്തിനും എന്നെ വേണം. പക്ഷെ ഞാൻ വേറെ ആരെയും തൊടാനോ പിടിക്കാനോ ഒരു രീതിയിലും സമ്മതിക്കില്ല, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? ഇവർക്ക് കല്യാണത്തിന് മുന്നേ ഇങ്ങോട്ടേക്ക് മനസ്സിലാത്തത് ഇവർക്ക് ഭയങ്കര പേടിയായിരുന്നേ ഗാർഗീനെ. ഇപ്പൊ നോക്കി ഇപ്പൊ ഭയങ്കര
പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആളുള്ളതുകൊണ്ട് ഭയങ്കര ഇതാ. അന്ന് തമാശക്ക് പറഞ്ഞൊരു സംഭവമാണ് മനസ്സിൽ. നമ്മൾ ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു സംഭവം വിചാരിച്ചിട്ട് പോലില്ല. വളരെ തമാശക്ക് പറഞ്ഞ സംഭവം. ചിലതൊക്കെ നമ്മൾ മറന്നാലും മറ്റേ മൂപ്പര് മറക്കൂല എന്ന് പറഞ്ഞ സെറ്റപ്പില് അതാണ് ശരിക്കും ആ കൈനോട്ട കഥയിൽ നടന്നൊരു സംഭവം. ഇതിനെ പറ്റിയിട്ട് നമ്മൾ റീലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ റീല് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്താണ് സംഭവം. നമ്മുടെ ഇൻസ്റ്റ ഐ ഡി ഒക്കെ നിങ്ങൾ പോയി വാച്ച് ചെയ്യും. നമ്മൾ ഈ നടന്ന സംഭവങ്ങളെയാണ് നമ്മൾ ശരിക്കും വീഡിയോ ഷോർട്സും റീലും ആക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ റീലൊക്കെ കാണണമെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ നോക്കണം കേട്ടോ. ഇനി അടുത്ത സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടൊരു കർദ്ദന കഥയാണ് ഇത്. ഈ കൈ നോക്കിയതിനൊക്കെ ശേഷം എന്ത് സംഭവിച്ചു എന്ന് അറിയണ്ടേ. പിന്നെ ഇതിന് ശേഷം ഇങ്ങനെ ആയി എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഇനി അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞും കാണിച്ചും തരാം കേട്ടോ. അതിനെപ്പറ്റിയുള്ള കഥകൾ എനിക്ക് കറക്റ്റായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ റീലിനകത്തുണ്ടാവും. റീല് അല്ലെങ്കിൽ നമ്മുടെ ഷോർട്സിനകത്തും കറക്റ്റായിട്ട് അത് ഉണ്ടാവും. അത് കണ്ടിട്ട് അതിൻ്റെ എന്താണ് ശരിക്കും നടന്നത് റിയാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലോഗിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.